ഹലോ കുട്ടികളെ, നമുക്ക് ഇന്ന് 10ാം ക്ലാസ് സ്റ്റേറ്റിലെ ഹിന്ദി ചാപ്റ്റർ 1 നോക്കാം. അപ്പോൾ ചാപ്റ്ററിൻ്റെ മലയാളം സ്റ്റോറി ഞാൻ പറഞ്ഞു പോകാം. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് കിടക്കി എന്നാണ്, അതായത് ജനൽ എന്നാണ്. അഞ്ജു കാർബന്ത എഴുതിയതാണ്. അപ്പോൾ കഥയിലോട്ട് കടക്കാം. ഏത് യാത്രയിലും നമുക്കെല്ലാം ജനലിൽ അടുത്തിരിക്കാൻ നമുക്കൊരു കൗതുകമാണ് അല്ലേ. ജനൽ സീറ്റിൽ, ഇപ്പോൾ ബസ്സിലായാലും ട്രെയിനിലായാലും നമ്മൾക്ക് ജനലിൻ്റെ അടുത്തിരുന്ന് കാഴ്ചകൾ കാണാൻ വളരെ ഇഷ്ടമാണ്. ജനലിലൂടെ പുറത്തെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. പുറത്തുള്ള പ്രകൃതിയെയും പുറത്ത് നടക്കുന്ന ആൾക്കാരെയും അങ്ങനെയുള്ള കാഴ്ചകളെല്ലാം ജനലിൻ്റെ അടുത്തിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ ഓർമ്മകൾ നാം അറിയാതെ നമ്മുടെ കുഞ്ഞുകാലത്തെ ഓർമ്മകളിലോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഒരു ഓർമ്മകളിലോട്ട് കൊണ്ടുപോകുന്ന ഒരു പാഠഭാഗമാണിത്. ഇതിൽ ഒരാൾ അയാളുടെ ഭാര്യയും മക്കളോടും ഒപ്പം ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. എവിടോട്ടാണ് പോകുന്നത്? ഹോഷിയാർപൂരിലേക്ക് പോവുകയാണ്. യാത്രയുടെ ഇടയ്ക്ക് ഷോൾ വിൽക്കുന്ന ഒരു യുവതി ഭാര്യയുടെ അടുത്തേക്ക് വരികയാണ്. ഷോളുകൾ കാണിക്കുന്നു. എന്നിട്ട് അതിൻ്റെ വില 250 രൂപയാണെന്ന് പറയുന്നു. അങ്ങനെ പരസ്പരം വില പേശുന്നു. അവസാനം ഹസ്ബൻഡും വൈഫാണല്ലോ യാത്ര ചെയ്തത്. അപ്പോൾ വൈഫ് 5 ഷോളുകൾ എടുക്കുന്നു. 150 രൂപയ്ക്ക് 5 ഷോളുകൾ. അങ്ങനെ 750 രൂപ ഹസ്ബൻഡ് ആ യുവതിക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ യുവതിയെ കണ്ടപ്പോൾ ആ ഹസ്ബൻഡിന് അദ്ദേഹത്തിൻ്റെ അച്ഛനെ ഓർമ്മ വന്നു. അതാണ് ഈ പാഠഭാഗം. അപ്പം നമുക്ക് കഥയിലോട്ട് പോകാം. ഇവർ ഹോഷിയാർപൂരിലോട്ട് പോവുകയാണ്. ഹോഷിയാർപൂരിൽ നിന്ന് കല്യാണത്തിനൊരു ക്ഷണം കിട്ടിയിരുന്നു. ട്രെയിനിലാണ് അവർ പോകാൻ തീരുമാനിച്ചത്. ചെറിയ തണുപ്പുള്ള ഒരു സീസൺ ആയതുകൊണ്ട് ഇപ്രാവശ്യം ജനറൽ കോച്ചിലാണ് യാത്ര. AC-യിലായിരുന്നു മുമ്പ് യാത്ര ചെയ്തിരുന്നത്. ഇപ്പോൾ ഇവർ യാത്ര ചെയ്യുന്നത് ജനറൽ കോച്ചിലാണ്. ആദ്യം ഭാര്യയും കുട്ടികളുമൊക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചുവെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി അവർ യാത്ര ചെയ്യാൻ സമ്മതിച്ചു. ഡൽഹിയിൽ നിന്ന് ഏകദേശം 8 മണിക്കൂർ യാത്ര. സീറ്റ് ബുക്ക് ചെയ്തിരുന്നത് കൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. കുട്ടികൾ ട്രെയിനിൽ കയറിയ ഉടനെ എവിടെ സീറ്റ് പിടിച്ചോ? ജനലിൻ്റെ അടുത്തുള്ള സീറ്റ് പിടിച്ചോ. അവർ സാധനങ്ങളെല്ലാം ഒതുക്കി വെച്ചു. കുട്ടികൾ ജനലിലൂടെ പുറത്തെ കാഴ്ചകൾ നോക്കിയിരുന്നു. ഞാനും ഭാര്യയും സംസാരങ്ങളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവിടെ ഒരാൾ വന്നു. ചേച്ചി, ജമ്മുവിലെ ഷോൾ എടുത്തോളൂ എന്ന് പറഞ്ഞു. വളരെ നല്ലതാണ്. പല നിറത്തിലുള്ള ഒരുപാട് ഷോളുകളുമായി ഒരു സ്ത്രീ വന്നു. കറുത്തു ഭംഗിയുള്ള കൺമഷി എഴുതിയ കണ്ണുകളുള്ള യുവതിയാണ് ഭാര്യയുടെ അടുത്തേക്ക് വന്നത്. ഭാര്യ ചോദിച്ചു, എത്ര രൂപയാണ് ഷോള്? 250. ഇത്രയും വില കൂടുതലാണോ? കൂടുതൽ പീസ് എടുത്താൽ ഞാൻ വില കുറച്ചു തരാം. എനിക്കെന്തിനാ, കട തുടങ്ങാനാണോ? ഭാര്യ ചോദിച്ചു. എടുക്കൂ ചേച്ചി, സഹോദരിമാർക്കും ചേട്ടന്മാരുടെ ഭാര്യമാർക്കും ഒക്കെ കൊടുക്കാമല്ലോ. അവ വാങ്ങാൻ ഞാൻ ഭാര്യയോട് സൂചിച്ചപ്പോൾ ഭാര്യ എന്നെ കണ്ണുരുട്ടി എന്നോട് മിണ്ടാതിരിക്കാൻ സൂചന നൽകി. ഭാര്യ അപ്പോൾ കണ്ണുരുട്ടി പേടിപ്പിച്ചു. ശരി, 5 പീസ് എടുത്താൽ എത്ര രൂപയ്ക്ക് തരും? ഒരു പീസിന് 200 രൂപയ്ക്ക് എടുത്തോളൂ ചേച്ചി. ഇല്ല, ഒരു പീസിന് 100 രൂപയ്ക്കാണെങ്കിൽ ഞാൻ എടുക്കാം ചേച്ചി. 100 രൂപ വളരെ കുറവാണ്. പറഞ്ഞപ്പോൾ അവളുടെ തൊണ്ടയിടറുകയും കൺമഷി എഴുതിയ കണ്ണുകൾ നനയുകയും ചെയ്തു. അതായത് നിറയുന്നു. കണ്ണുനീർ വന്നോ, കരച്ചിൽ വന്നു. പക്ഷെ അവൾ കരഞ്ഞില്ല. എന്നാൽ പോട്ടെ, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഒരു പീസിന് 150 രൂപ. കൊള്ളാം ചേച്ചി, ശരി എടുത്തോളൂ. ഇഷ്ടമുള്ള നിറങ്ങൾ നോക്കിയെടുത്തോളൂ. എന്തോ ആലോചിച്ചു കൊണ്ട് അവൾ പറയുകയും ഷോളുകളുടെ കെട്ട് ഭാര്യയുടെ നേർക്ക് നീക്കി വയ്ക്കുകയും ചെയ്തു. ഭാര്യ 5 ഷോളുകൾ എടുത്തു. എന്നെ നോക്കി രൂപ കൊടുക്കാൻ ആംഗ്യം കാണിക്കുകയും ചെയ്തു. അങ്ങനെ ഹസ്ബൻഡ് പെട്ടെന്ന് 750 രൂപ 5 ഷോളിന്, ഒരു ഷോൾ 150 രൂപ വെച്ച് 750 രൂപ എടുത്തു കൊടുത്തു. അവൾ പോയി കഴിഞ്ഞ് വഴി മുഴുവൻ ഭാര്യയുടെ ശ്രദ്ധ ഈ കാര്യത്തിലായിരുന്നു. ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ തന്നെ അവർ 150 രൂപയ്ക്ക് തന്നു. കുറച്ചുകൂടി വില പേശിയിരുന്നെങ്കിൽ കുറച്ചുകൂടി വില കുറച്ചേനെ. അത് കേട്ടപ്പോൾ തനിക്ക് വിഷമം വന്നു. കാര്യം തൻ്റെ കുഞ്ഞിലത്തെ ഓർമ്മകളിലോട്ട് പോയി. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ അച്ഛനും ട്രെയിനിൽ സാധനങ്ങൾ വിൽക്കുന്ന ആളാണ്. മകളെ മടിയിലിരുത്തി ട്രെയിനിൻ്റെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, എൻ്റെ അച്ഛൻ ട്രെയിനിൽ സാധനങ്ങൾ വിറ്റിട്ട് ക്ഷീണിച്ച് തളർന്ന് വീട്ടിലെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും ഇന്ന് ഈ സ്ത്രീയുടെ കണ്ണുകളിൽ കണ്ട അതേ നനവുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഓർമ്മകളിലോട്ട് പോവുകയും അദ്ദേഹത്തിൻ്റെ അച്ഛൻ ട്രെയിനിൽ സാധനങ്ങൾ വിൽക്കുന്ന ഒരാളായിരുന്നു. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഇതിപ്പോൾ ആയ എന്നാണ് ആയ ത എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്തത് ആ വശത്ത് ആയ എന്ന് എഴുതണം. ആയ ത. ഇനി അടുത്തത് ഗയി.
പത്നി ആയതുകൊണ്ട് സ്ത്രീലിംഗമായതുകൊണ്ട് ഗയീതി. ലഡ്ക പുല്ലിംഗമായതുകൊണ്ട് ബൈഠ ത. മീനു സ്ത്രീലിംഗമായതുകൊണ്ട് ചലി തി. ലഡ്കെ മൈതാൻമേ രണ്ടെണ്ണം കൂടെ ഉണ്ട്. ലഡ്കെ മൈതാൻമേ ദൗഡെ. ലഡ്കെ ആൺകുട്ടികളാണ്, ബഹുവചനമാണ്. അപ്പോൾ ദൗഡെ എ വന്നതുകൊണ്ട് ദൗഡെ തേ. ഉസ്കി ഉസ്കി എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം സ്ത്രീലിംഗമാണ്. ആങ്കെ ഫർ ആയി. കണ്ട സ്ത്രീലിംഗം വന്നപ്പോൾ ഈ അടയാളമാണ് ഉപയോഗിച്ചത്. അപ്പോൾ ആയി എന്ന് എഴുതുമ്പോൾ ഇപ്പുറത്തെ കോളത്തിൽ ആയി തീ എന്ന് എഴുതണം. അപ്പോൾ നമുക്ക് സ്ത്രീലിംഗം വന്നാൽ തീ, പുല്ലിംഗം വന്നാൽ ത, ബഹുവചനം പുല്ലിംഗം ബഹുവചനമാണെങ്കിൽ തേ. ഡയറിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. ഇന്നത്തെ ദിവസം എങ്ങനെ എഴുതുമെന്ന് എനിക്കറിയില്ല, എൻ്റെ മനസ്സ് ഫുൾ ആരാണ്, അച്ഛനാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ട്രെയിനിലെ ജനറൽ കോച്ചിൽ ഞങ്ങൾ ഹോഷിയാർപൂരിലേക്ക് പോകുകയായിരുന്നു. ഷോൾ വിൽക്കുന്ന ഒരു യുവതി ഭാര്യയുടെ അടുത്ത് വന്നു. പിന്നെ നിങ്ങൾക്ക് കഥ അറിയാമല്ലോ, അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് എഴുതുക. ഇനി ഇതിൽ തന്നിരിക്കുന്ന ഈ ചാപ്റ്ററിലെ ഘടന, സംഭവം, കഥാപാത്രങ്ങൾ, സ്ഥാൻ മീൻസ് സ്ഥലങ്ങൾ, അത് നിങ്ങൾക്ക് എഴുതാൻ അറിയാം. പിന്നെ കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഖിഡ്കി കിസ് വിദാഖി രചനാഹ, ഏത് തരത്തിലുള്ള രചനയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു ലഘുകഥയാണ്. പതി പത്നിയോർ ബച്ചെ കഹാം ജാരഹേത്തെ. ഹോഷിയാർപൂരിലാണ് അവർ പോയത്. പതി ഭാര്യയും ഭർത്താവും കുട്ടികളും എവിടെ പോയി എന്നാണ്. ഹോഷിയാർ വേ ക്യോം ജാത്തേഹെ, അവർ എന്തിനാണ് പോയത്? നമുക്കറിയാം, കല്യാണത്തിന് ക്ഷണനം കിട്ടിയത് കൊണ്ട്. വേ കൈസേ ജാത്തേഹെ, അവർ എങ്ങനെയാണ് പോയത്? റെയിൽഗാഡിയിലാണ് പോയത്. പതിനെ കോൺസെ കോച്ച് മേ സഫർ കർണ ചാഹ, ഏത് കോച്ചിലാണ് യാത്ര ചെയ്തത്? ജനറൽ കോച്ചിലാണ്. യാത്രാക്കെ ബീച്ച് പത്നിക്ക് പാസ് കോനായി, യാത്രയുടെ മധ്യത്ത് പത്നിയുടെ അടുത്ത് ആരാണ് വന്നത്? ഷോൾ ഖരീദിനെ ബേച്ചിനെ വാലി യുവതി. ഖരീദിന എന്ന് പറഞ്ഞാൽ വാങ്ങുക, ബേച്ചിന എന്ന് പറഞ്ഞാൽ വിൽക്കുക. ഷോൾ കാ ദാം കിത്തന താ, ഷോളിൻ്റെ വില എത്രയായിരുന്നു? 250 ആണ്. ഷോൾ ബേച്ചിനെ വാലി യുവതിക്ക് ആങ്കെ കബ് ഫർ ഗയി, എന്തുകൊണ്ടാണ് ആ യുവതിയുടെ കണ്ണുകൾ നനഞ്ഞത്? പത്നിനെ ഷോൾ കാ ദാം 100 രൂപയെ ഗാനക്കെ, പത്നി ഷോളിൻ്റെ വില 100 രൂപ എന്ന് പറഞ്ഞപ്പോഴാണ്. പത്നിനെ കിത്തനെ ഷോൾ ഖരീദേ? 5 എണ്ണത്തിന് എത്ര രൂപ കൊടുത്തു? 750. ഇനി ഒരു പിരമിഡ് ഉണ്ട്. പിരമിഡ് എഴുതാൻ അറിയാമായിരിക്കും. ഇത് തന്നിരിക്കുന്നുണ്ട്. യുവതീനെ ഗട്ടർ ഉടായേ, യുവതീനെ ഭാരി ഗട്ടർ ഉടായേ. സെൻറ്റൻസ് വലിപ്പം കൂട്ടി വരികയാണ്. യുവതീനെ ഷോളോം കാ ഭാരി ഗട്ടർ ഉഠായേ, യുവതീനെ രംഗ് ബിരംഗെ ഷോളോം കാ ഭാരി ഗട്ടർ ഉഠായേ. അടുത്തത് ഒരു കോൺവെർസേഷനാണ്. പതി ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. അത് കഴിഞ്ഞ് ഒരു ലെറ്ററുണ്ട്. 2 കോൺവെർസേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു ലെറ്റർ റൈറ്റിംഗ് ഉണ്ട്. ലെറ്റർ റൈറ്റിംഗ് നമുക്ക് അറിയാം. സ്ഥലം, പ്ലേസ്, താരിഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ്, പ്രിയ മിത്ര എന്ന് പറഞ്ഞാൽ ഡിയർ ഫ്രണ്ട് എന്നാണ്. പിന്നെ ബാക്കി മാറ്റർ എന്താണ്, എന്തിനെക്കുറിച്ചാണോ ലെറ്റർ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് അത് എഴുതുക. ലാസ്റ്റ് അഡ്രസ്സ് എഴുതുക. സ്നേഹപൂർവ്വം പ്യാർസെ നാം നിങ്ങളുടെ പേര്. അപ്പോൾ ഈ പാഠത്തിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കുറവുകളോ ഒക്കെ ഉണ്ട് എങ്കിൽ ക്ഷമിക്കുക. കാര്യം എനിക്ക് മുൻപരിചയമില്ല ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത്. സ്റ്റോറി മനസ്സിലായെന്ന് കരുതുന്നു. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ വീഡിയോ നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ റെക്കോർഡ് ചെയ്തപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ, അതായത് പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ട് എങ്കിൽ ക്ഷമിക്കുക. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് അതായത് ചാപ്റ്റേഴ്സ് എടുത്ത് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്തത് കൊണ്ട് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് എങ്കിൽ ക്ഷമിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ നന്നാക്കി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.
ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ കുട്ടികൾ കമൻറ്റ് ചെയ്യുക. കാര്യം എനിക്കത് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷം.